സീനിയേഴ്സിന് ഇന്നത്തെ യങ് ജനറേഷനുമായി അടിപൊളിയായി ഇടപഴകാനുള്ള 4 ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഹലോ എവ്രിവൺ, ദിസ് ഇസ് മീ ജ്യോതിക നിതിൻ, ഖയാൽ ടീം മെമ്പർ. ഫസ്റ്റ് പോയിന്റ്, ഷെയർ സ്റ്റോറീസ് ആൻഡ് വിസ്ഡം. മുതിർന്നവർ അവരുടെ ജീവിതാനുഭവങ്ങൾ, കഥകൾ, വിലപ്പെട്ട മൂല്യങ്ങൾ എന്നിവ യുവതലമുറയുമായി പങ്കുവെക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ശക്തമായ ബോണ്ട് അവിടെ ഉണ്ടാവുന്നു. മാത്രമല്ല, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ലേൺ ആൻഡ് എംബ്രേസ് ടെക്നോളജി ടുഗദർ. മുതിർന്നവരും ഇന്നത്തെ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുവാൻ മനസ്സ് വെക്കുമ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും ടെക്കിനെ പറ്റി അപ് ടു ഡേറ്റ് ആയി മാറുകയും അവർക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടുകയും ചെയ്യുന്നു. തേർഡ് പോയിന്റ്, engage in intergenerational activities. കുക്കിംഗ്, ഗാർഡനിങ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, സ്പോർട്സ്, ഇങ്ങനെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും ഒരുപോലെ ആവേശം കൊള്ളിക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ അവർ തമ്മിൽ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നു. ഫോർത്ത് പോയിന്റ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർജനറേഷണൽ ട്രാവൽ. യാത്രകൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ? ഒരുമിച്ചുള്ള യാത്രകൾ മുതിർന്നവർക്കും യുവതലമുറയ്ക്കും അടുത്തിടപഴകാനുള്ള ഒരു മികച്ച മാർഗമാണ്. അതൊരു ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ, പിക്നിക് ആയിക്കോട്ടെ, എന്തിന് 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഈവനിങ് വാക്ക് പോലും ആവാം. ഇതുവഴി നമ്മുടെ ഫാമിലി ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉടലെടുക്കുവാനും സഹായിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.